മലപ്പുറത്തേക്കാണ്. മലപ്പുറം അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ കുഴിയിൽ വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റു 2 പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു. മെഡിക്കൽ കോളേജിലുള്ളത്. ഇനിയിപ്പം പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടി എടുക്കും. അവിടെ ആ സ്ഥലത്ത് എത്തിയ പോലീസുകാർ പ്രതികരിക്കുകയായിരുന്നു. മാലിന്യ ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചാണ് മരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. സമീർ ബിൻ കരീം വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. സമീർ, ദാരുണമായ ഒരു അപകടമാണ്. എന്ത് പ്ലാന്റായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്? ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ സഹപ്രവർത്തകർ രക്ഷിക്കാൻ ശ്രമിച്ചതാണോ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തത്തിനിടയാക്കിയത്? വിവരങ്ങൾ. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. രാവിലെ 10:30 കൂടിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം സംഭവിച്ചിരിക്കുന്ന ഈ മാലിന്യ ഈ സംസ്കരണ കേന്ദ്രത്തിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഷീറ്റിനകത്ത്, ഈ തകരക്കൂടിനകത്ത് വലിയ ടാങ്കുകളുണ്ട്. അതിലെ ഒരു ടാങ്കിലാണ് ഈ 3 പേരും മരിച്ചതായി കാണുന്നത്. ഈ 3 പേരിൽ ഒന്ന് ഈ ബീഹാർ സ്വദേശിയായ വികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, ആസാം സ്വദേശി സമദ് അലി എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഇവർ 3 പേരെയും കാണാത്തതിനെ തുടർന്ന് മറ്റു തൊഴിലാളികൾ നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ മൃതദേഹം ഈ ടാങ്കിൽ കാണുന്നത്. പിന്നീട് ടാങ്ക് മുറിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തെടുത്തത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ടാങ്കിനകത്തെ ഈ വിഷമാലിന്യമൊക്കെ തന്നെ ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം ഒരു തൊഴിലാളി ഇതിലേക്ക് അകപ്പെടുന്നു. മറ്റുള്ളവർ രക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ആയിരിക്കാം ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്നുള്ളതാണ്. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ആദ്യം ഇവരെ അരീക്കോട്ടേക്കും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ടാങ്കുകളാണ് ഈ ഒരു സംസ്കരണ കേന്ദ്രത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെയും ഈ സംസ്കരണത്തിനുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുണ്ട്. ഈ വലിയ ഈ തകരം കൊണ്ടുണ്ടാക്കിയ ഈ ഷീറ്റിനകത്തുള്ള ഈ ഒരു ഭാഗത്താണ് വലിയ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഈ വികാസ് കുമാർ ഒരു ടെക്നീഷ്യനാണ്. അയാൾ ഒരിക്കലും തന്നെ ഈ ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്ലാന്റിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഏതായാലും ഒരാൾ അപകടത്തിൽപ്പെടുകയും പിന്നീട് മറ്റുള്ളവർ വിവരം പറഞ്ഞ് രക്ഷിക്കാൻ പോയപ്പോഴുണ്ടായ അപകടമായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സമീർ, അത് എന്ത് മാലിന്യ പ്ലാന്റാണ്? ആരുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത്? കൂടുതൽ തൊഴിലാളികളൊക്കെ ഉള്ള ഇടമാണോ? ഈ പറഞ്ഞതുപോലെ ടെക്നീഷ്യൻ ഇത്തരത്തിൽ ഈ പറയുന്നൊരു സ്ഥലത്തേക്ക് പോകേണ്ടതില്ല എന്നൊരു സംശയം സമീർ പ്രകടിപ്പിച്ചു. ആ സമയത്ത് ഈ പറയുന്ന ടാങ്ക് സ്ഥാപിച്ചെടുത്ത് ഇയാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? പിന്നീട് ശബ്ദം കേട്ടോ എങ്ങനെയോ മറ്റു ആളുകൾ എത്തിയതാണോ? അതിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? സുഹൈൽ, ഇത് അരീക്കോട് സ്വദേശിയായിരിക്കുന്ന KT അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്ലാന്റാണ്. ഇത് ഈ വെള്ളം ശുദ്ധീകരണവും അതോടൊപ്പം തന്നെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രവുമാണ് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവർ ഈ അപകടത്തിൽപ്പെട്ട 3 പേരും അവരുടെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്ലാന്റിന്റെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഈ വികാസ് കുമാർ ടെക്നീഷ്യനാണ്. മറ്റുള്ള 2 പേരാണ് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ. അതിൽ ഇവിടെ എങ്കിൽ പോലും ഇവിടെ ഈ വികാസ് കുമാർ എത്തേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് എന്നുള്ള കാരണം ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ മറ്റുള്ളവർ അപകടത്തിൽ പെട്ടതറിഞ്ഞ് ഈ വികാസ് കുമാറും കൂടെ ഇങ്ങോട്ടേക്ക് എത്തി അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയപ്പോഴായിരിക്കാം അദ്ദേഹം കൂടെ അകപ്പെട്ടത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ആദ്യം ഇവരെ അരീക്കോടും പിന്നീട് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഉടൻ തന്നെ ഇവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഇപ്പോൾ കൊണ്ടോട്ടി DYSP സന്തോഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുകയാണ്. ഇവിടുത്തെ ഈ CCTV അടക്കമുള്ള പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് പോലീസും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ആദ്യം ഈ അപകടം നടന്ന സ്ഥലത്ത് DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ ടാങ്കിന്റെ ഭാഗത്തൊക്കെ തന്നെ എത്തി പരിശോധന നടത്തി. മറ്റുള്ള ഭാഗങ്ങളിൽ കൂടി പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇവിടെ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ ഈ കെമിക്കലും അതുപോലെയുള്ള വിഷവാതകങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ വിഷവാതകം ശ്വസിച്ചാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായി വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ചിത്രത്തിൽ ചെറിയ അവ്യക്തതകളുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. കാരണം ടെക്നീഷ്യനായ അവിടെ ആ സമയത്ത് എത്തേണ്ടാത്ത ഒരാളാണ് ആദ്യം അവിടെ ആ സംഭവ സ്ഥലത്ത് എത്തി അപകടത്തിൽപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ വിഷവാതകം ശ്വസിച്ച് 3 പേർ, ഇത്തരത്തിലൊരാൾ വിഷവാതകം ശ്വസിച്ച് കിടക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ എങ്ങനെ എത്തുമോ, എന്തെങ്കിലും ബഹളം കേട്ട് എത്തിയതാണോ, അങ്ങനെ ചില സംശയങ്ങൾ, ചില അസ്വാഭാവികതകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ രീതിയിൽ അന്വേഷണം തുടരുകയാണ്. സമീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.